ഇനി നമുക്ക് ടെക്സ്റ്റിലെ എക്സസൈസിലേക്ക് പോകാം. 103ാമത്തെ പേജിലെ 1ാമത്തെ എക്സസൈസ് നോക്കാം. ഒരു ട്രയാങ്കിൾ തന്നിരിക്കുന്നത് അത് ഐസോസെലസ് ആണ്, സമപാർശ്വ ത്രികോണമാണ്. പക്ഷെ സമപാർശ്വം മട്ടത്രികോണം അല്ല. ഒരു ആംഗിള് 120 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. ഇങ്ങനെ ഒരു ഫിഗർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഒരു ആംഗിള് 120 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കാം, ABC. ഈ ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണല്ലോ. ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ബിയും സിയും ആംഗിള് ഈക്വൽ ആയിരിക്കും. അത് എത്ര വീതമായിരിക്കും കിട്ടുന്നത്? ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു ടോട്ടല് 180 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രിയില് 120 ഡിഗ്രി തന്നെ ഇവിടെ പോയി കഴിഞ്ഞു. അതിന്റെ ബാക്കി വരുന്ന ആംഗിൾ ആണ് ഇവിടെ രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 180യിൽ നിന്നും 120 ഇവിടെ കുറഞ്ഞു. അതിനെ രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുന്നു. ഇവിടെ രണ്ടായിട്ട് ഭാഗിച്ചു കൊടുത്തിരിക്കുന്നു. ഈക്വൽ ടു 60/2 ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഈ ഭാഗത്തെ ആംഗിൾ ബിയും ആംഗിൾ സിയും എത്ര വീതമാണ്? 30 ഡിഗ്രി വീതം. ഇവിടെ 30, ഇവിടെയും 30. ഇനി നമ്മൾ നേരത്തെ പഠിച്ചതെന്ന് ഓർക്കണം. ഏതാണ്? 30, 60, 90 കോണളവുകളുള്ള ട്രയാങ്കിള്. ആ രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. അപ്പൊ 30യെ നമ്മൾ ഒന്നും ചെയ്യരുത്. നമ്മൾ പ്രത്യേകിച്ച് പഠിച്ചിട്ടില്ലാത്ത ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിനെ അങ്ങ് രണ്ട് കഷ്ണങ്ങളാക്കുക. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ 30 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഇവിടെയും 30 ഉണ്ട്. ആ രണ്ട് 30യെ നമ്മൾ ഒന്നും ചെയ്യണ്ട. പിന്നെ ഒരാളുള്ളത് ആരാണ്? 120 ആണ്. ആ 120 അങ്ങ് മുറിച്ചേക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ 120യിൽ നിന്ന് 90 ഡിഗ്രിയിലാണ് താഴോട്ട് വരയ്ക്കേണ്ടത്. അത് ശ്രദ്ധിച്ചോണം. 90 ഡിഗ്രിയിലേ വരയ്ക്കാവുള്ളൂ. ഇവിടെ നിന്നും എ എന്ന വെർട്ടെക്സിൽ നിന്ന് എയിൽ നിന്ന് 90 ഡിഗ്രിയിൽ താഴേക്ക് വരച്ചു. ഇവിടെ 90 ഡിഗ്രിയാണ്. ഈ ഭാഗത്തും 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയല്ലോ. ഇവിടെ ഒരു പേര് കൊടുക്കാം, ഡി. ഈ രണ്ട് ട്രയാങ്കിൾ നോക്കിക്കേ. ഈ ട്രയാങ്കിളിന്റെ പേരെന്താണ്? ട്രയാങ്കിൾ ABD. ഇപ്പുറത്തതോ ട്രയാങ്കിൾ ACD. അങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഹാഫ് BH, അവിടെ ബി എന്ന് പറയുന്നത് ഒരു സൈഡ്, ഒരു വശത്തിന്റെ നീളം. അത് നമുക്ക് BC എന്ന് പറയുന്ന വശം എടുത്താൽ ആ വശത്തിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് 90 ഡിഗ്രിയിൽ വരച്ചിരിക്കുന്ന വരയുടെ നീളമാണ് H എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ H എന്ന് പറയുന്നത് AD ആയിരിക്കും. അപ്പൊ ഏരിയ ഈക്വൽ ടു ഹാഫ് BH ഈക്വൽ ടു ഹാഫ് B ആയിട്ട് നമ്മൾ എടുക്കുന്നത് BC യുടെ നീളമാണ്. BC യുടെ നീളം നമുക്ക് അറിയില്ല, നമ്മളത് കണ്ടുപിടിക്കണം. BC ഇൻറ്റു H എന്ന് പറയുന്നത് BCയിലേക്ക് 90 ഡിഗ്രിയിൽ വരച്ചിരിക്കുന്ന വര. അത് AD യുടെ നീളമാണ്. BCയും ADയും നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ ട്രയാങ്കിൾ നമുക്ക് താഴേക്ക് ഒന്ന് വരച്ചാൽ നോക്കിക്കേ. ട്രയാങ്കിൾ ABD ഞാൻ താഴേക്ക് വരച്ചു. അതിനകത്ത് ABയുടെ നീളം 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ആംഗിൾ 30 ഡിഗ്രി ആണ്. ഇവിടെ 90 ഡിഗ്രിയിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര ഡിഗ്രിയെ വരുള്ളൂ? 60 ഡിഗ്രിയെ വരുള്ളൂ. ഇനി നമ്മൾ പഠിച്ചത് ഏതാണ്? 30, 60, 90. പെട്ടെന്ന് ആലോചിച്ചോണം. 30, 60, 90. അത് സൈഡിലേക്ക് എഴുതുക. 30, 60, 90. 30, 60, 90 എഴുതിയാൽ തൊട്ടടുത്തത് എന്തായിരിക്കണം എഴുതേണ്ടത്? അതിന്റെ റേഷ്യോ, വശങ്ങളുടെ റേഷ്യോ 1:√3:2. അതിന്റെ തൊട്ട് താഴെ റേഷ്യോ എഴുതുക. 1:√3:2. റേഷ്യോ എഴുതി കഴിഞ്ഞാൽ തൊട്ടടുത്തത് ചെയ്യേണ്ടത് ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത്, 30യുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത്. 30യുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ ആ വശത്തിന്റെ പേര് എഴുതിയാൽ മതി, AD. അപ്പൊ ഇവിടെ AD എന്ന് എഴുതുക. 60യുടെ ഓപ്പോസിറ്റ് നമുക്കറിയില്ല, BD. അതും കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ BD
90യുടെ ഓപ്പോസിറ്റ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 4 സെന്റിമീറ്റർ. അത് നമുക്ക് അറിയാവുന്നതാണ്. ഈക്വൽ ടു ഇനി ഇതിൽ നിന്ന് രണ്ടെണ്ണം എടുക്കുക. നമുക്ക് ഇത് രണ്ടും കൂടി എടുക്കാം. √3 BD ഈക്വൽ ടു 2/4. ഇവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു 1/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് BD ഇൻറ്റു 1 എന്ന് പറയുന്നത് BD ഈക്വൽ ടു 2√3 എന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് BDയുടെ ലെങ്ത് കിട്ടി 2√3. അടുത്തത് ACD എന്ന് പറയുന്ന ട്രയാങ്കിൾ നമുക്ക് താഴേക്ക് വരയ്ക്കാം. ACD എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ താഴേക്ക് വരച്ചു. നോക്കൂ, AC എന്ന് പറയുന്ന 4 ആണല്ലോ. ഇവിടെയും ആംഗിൾസ് എത്രയാണ്? 30. ഇത് 90 ആണ്. ഇവിടെ അപ്പോൾ 60 വരും. ഇത് കാണുമ്പോൾ ഉടനെ എന്താ ചെയ്യേണ്ടത്? 30, 60, 90 എഴുതുക. 30, 60, 90. അടുത്തത് എന്താണ്? 1:√3:2. 1√3 2. അടുത്ത് ചെയ്യേണ്ടത് 30യുടെ ഓപ്പോസിറ്റ് എന്താണോ ലെങ്ത് അത് എഴുതുക. 30യുടെ ഓപ്പോസിറ്റ് നമുക്ക് അറിയില്ല. AD അത് എഴുതുക. അടുത്ത് 60യുടെ ഓപ്പോസിറ്റ് നമുക്കറിയില്ല. CD. 90യുടെ ഓപ്പോസിറ്റ് 4 ആണല്ലോ. 4 ഈക്വൽ ടു ഇവിടെയും രണ്ടെണ്ണം എടുക്കുക. √3 CD ഈക്വൽ ടു 2/4. 2/4 എന്ന് പറയുന്നത് 1/2 എന്ന് എഴുതാമല്ലോ. ഈക്വൽ ടു 1/2. അടുത്ത ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? CD ഈക്വൽ ടു 2√3 എന്ന് കിട്ടി. അപ്പൊ CD-യുടെ നീളവും നമുക്ക് കിട്ടി 2√3. ഇനി നമുക്ക് AD-യുടെ നീളം കണ്ടുപിടിക്കണ്ടേ? അതിന് തന്നെ ഇവിടെ 1/AD ഈക്വൽ ടു 2/4 എന്ന് എടുക്കാം. 1/AD ഈക്വൽ ടു ഇതാണ് 1/AD ഈക്വൽ ടു 2/4. നടുക്കുള്ളത് എടുക്കണ്ട. 2/4 എന്നുള്ളത് 1/2 എന്ന് എഴുതാമല്ലോ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. AD ഈക്വൽ ടു 2 എന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് ഇവിടുത്തെ ലെങ്ത് കിട്ടി 2. ഇനി ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു BC ഇൻറ്റു AD ആണ്. BCയുടെ നീളം എത്രയാണ്? 2√3 പ്ലസ് 2√3. ഹാഫ് ഇൻറ്റു 2√3 പ്ലസ് 2√3 ഇൻറ്റു ADയുടെ നീളം 2 ആണ്. 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് ബാക്കി കിട്ടുന്നത് 2√3 പ്ലസ് 2√3. അത് 4√3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പേജ് 103 തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 2 പാരലോഗ്രം തന്നിട്ടുണ്ട്. 2 പാരലോഗ്രത്തിന്റെയും ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. നോക്കിക്കേ, ഒന്നാമത്തെ ഫിഗർ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് അതിനൊരു പേര് കൊടുക്കാം. ABCD. പാരലോഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനെയാണ്? ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈക്വൽ ടു BH. B എന്ന് പറയുന്നത് പാരലോഗ്രത്തിന്റെ ഒരു സൈഡ്. H എന്ന് പറയുന്നത് ആ സൈഡിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ആ സൈഡിലേക്ക് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന വരയുടെ നീളം. അതാണ് H. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. H എന്ന് പറയുന്നത് എന്താണ്? സമാന്തര വരകൾ തമ്മിലുള്ള അകലം. അത് ഒന്നുകൂടി മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും നമ്മൾ എടുത്ത വശത്തിലേക്ക് 90 ഡിഗ്രിയിൽ വരച്ചിരിക്കുന്ന വരയുടെ നീളം. അതാണ് സമാന്തര വരകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. നമ്മളിവിടെ പാരലോഗ്രത്തിന്റെ ഒരു വശം BC ആയിട്ട് എടുത്താൽ H എന്ന് പറയുന്നത് എന്തായിരിക്കും? BCയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും BCയിലേക്ക് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന വരയുടെ നീളം. ഇതായിരിക്കും H എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് P എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഈ പാരലോഗ്രത്തിന്റെ ഏരിയ എങ്ങനെയായിരിക്കും? ഏരിയ ഈക്വൽ ടു BH ഈക്വൽ ടു B എന്ന് പറയുന്നത് നമ്മളിവിടെ ഏതാ എടുത്തത്? BCയുടെ നീളം. അതാണ് B ആയിട്ട് എടുത്തത്. BC ഇൻറ്റു അപ്പോൾ H എന്ന് പറയുന്നത് എന്താ? APയുടെ നീളം. AP. BCയുടെ നീളം നമുക്ക് അറിയാം. AP നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. AP കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നിരിക്കുന്നത് കണ്ടോ?
ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത നോക്കിക്കേ, 45. ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ 90 ഡിഗ്രിയിലുമാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ആ ട്രയാങ്കിൾ വേണമെങ്കിൽ ഇവിടോട്ടൊന്ന് വരയ്ക്കാം. നോക്കിക്കേ, ആ ട്രയാങ്കിൾ ഞാൻ എടുത്ത് ഇവിടെയോട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ 45 ഡിഗ്രിയാണ്. ഇത് നമ്മൾ 90 ഡിഗ്രിയിലാണ് വരച്ചത്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ബി പിയുടെ നീളം നമുക്കറിയില്ല. ഇത് മൊത്തമാണ് 4 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ബി പിയുടെ നീളം 4 സെന്റിമീറ്റർ എന്ന് എഴുതരുതേ. ഈ നീളം നമുക്ക് അറിയില്ല. ഇത്രയും നീളമാണ് 4 സെന്റിമീറ്റർ. ഇവിടെ 45, 45, 90. അത് എഴുതാം. 45, 45, 90. 45, 45, 90യുടെ റേഷ്യോ എന്താണ്? 1:1:√2. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ഈ 45 എന്ന് പറയുന്ന ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിന്റെ നീളം. 45ന്റെ ഓപ്പോസിറ്റ് സൈഡിലെ നീളം നമുക്കറിയോ? അറിയില്ല. AP അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ആ വശത്തിന്റെ പേരെഴുതുക. ബൈ AP ഈക്വൽ ടു അടുത്ത 45 നമുക്കറിയില്ല. ബൈ BP ഈക്വൽ ടു 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് നമുക്കറിയാം, 2 സെന്റിമീറ്റർ ആണ്. അത് ഇവിടെ എഴുതുക, 2. ഇനി രണ്ടെണ്ണം മാത്രം എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ബൈ BP ഈക്വൽ ടു √2 ബൈ 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താല് BP ഇൻറ്റു √2 ഈക്വൽ ടു 2. അതിൽ നിന്നും BP എന്താണ്? 2 ബൈ √2. BPയുടെ നീളം 2 ബൈ √2 ആയാല് APയുടെ നീളവും എന്ത് തന്നെയായിരിക്കും? 2 ബൈ √2. ഇവിടെ APയുടെ നീളം 2 ബൈ √2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽ ടു BCയുടെ നീളം 4 സെന്റിമീറ്റർ. 4 ഇൻറ്റു APയുടെ നീളം 2 ബൈ √2 ഈക്വൽ ടു 8 ബൈ √2. ഇത് ഇനിയും സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഈക്വൽ ടു 8 ബൈ √2. ഇവിടെ ഇതിന്റെ ഛേദം, ഇതിന്റെ ഡിനോമിനേറ്റർ എന്താണ് വന്നിരിക്കുന്നത് നോക്കുക. അതേ ഡിനോമിനേറ്റർ കൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുക. എന്ന് വെച്ചാല് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു √2 കൂടി കൊടുക്കുക. ഇൻറ്റു √2 ബൈ √2. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഓരോ √2 കൂടി നമ്മൾ എഴുതി. ഇനി നോക്കിക്കേ, 8 ഇൻറ്റു √2 ബൈ √2 ഇൻറ്റു √2 എന്ന് പറയുന്നത് എന്താണ്? 2 തന്നെയാണ്. ഇനി 2ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 4 കിട്ടി. 4 √2. ഈ രീതിയിൽ എഴുതിയാലും മതി, 8 ബൈ √2 എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ 4 √2 എന്ന് എഴുതിയാലും രണ്ടും ഒരേ ഉത്തരവാണ്. അടുത്ത ഫിഗർ നോക്കിക്കേ. ഇവിടെ ആംഗിളിന് വ്യത്യാസം വന്നേ ഉള്ളൂ. സൈഡ്സ് രണ്ടും 4ഉം 2ഉം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ ചെയ്ത അതേപോലെ തന്നെ BCയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് 90 ഡിഗ്രിയില് BCയിലേക്ക് വരയ്ക്കുക. എന്നിട്ട് ഈ ഭാഗം ഇവിടെ P എന്ന് പേര് കൊടുക്കാം. ഈ ട്രയാങ്കിൾ താഴേക്ക് വരച്ചിട്ട് APയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. ആ ട്രയാങ്കിൾ ഞാൻ താഴേക്ക് വരച്ചു. ABയുടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേറെ അറിയില്ല. ഇവിടെ 60 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ഇത് 90 ഡിഗ്രിയിലാണല്ലോ വരച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയേ വരുള്ളൂ? 30 ഡിഗ്രി. ഇനി എന്താണ് ചെയ്യേണ്ടത്? 30, 60, 90 കണ്ടാൽ ഉടൻ ഇവിടെ നമ്മൾ എഴുതുക 30, 60, 90. 30, 60, 90 കണ്ടു കഴിഞ്ഞാൽ ഉടനെ 1:√3:2. ഇനി 30യുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത്. 30യുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് നമുക്ക് അറിയില്ല, BP. അടുത്ത 60യുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത്. 60യുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് അറിയില്ല, അവിടെയും പേരെഴുതുക, AP. 90യുടെ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. ഇതിൽ നിന്നും രണ്ടെണ്ണം താഴോട്ട് എഴുതുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 2/2 എന്ന് പറയുന്നത് നമുക്ക് 1/1 എന്ന് എഴുതാം. √3/AP ഈക്വൽ ടു 1/1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AP ഈക്വൽ ടു √3 എന്ന് കിട്ടുന്നു. APയുടെ നീളം √3. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽ ടു
ബി എച്ച്. ബി എന്ന് പറയുന്നത് ഒരു വശത്തിന്റെ നീളം. ഏതാണ്? ബി സി ആണ് നമ്മൾ ഇടുന്നത്. ബി സി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ആ സൈഡിലേക്ക് 90 ഡിഗ്രിയിൽ വരച്ചിരിക്കുന്ന വരയുടെ നീളം. എന്ന് വെച്ചാൽ സമാന്തര വരകൾ തമ്മിലുള്ള അകലം. അത് എ പി ആണ്. ബി സിയുടെ നീളം 4 സെന്റിമീറ്റർ. എ പി നമുക്ക് കിട്ടി √3 ഈക്വൽ ടു 4√3.